ഹായ് ഗൈസ് വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വി എസ് സനോജ് എഴുതിയ ദ ബേണിംഗ് എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. 2018 പുറത്തിറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമാണ് ദ ബേണിംഗ്. ഈ ഷോർട്ട് ഫിലിമിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കാസ്റ്റ്, റിലീജിയൻ, ക്ലാസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, പാട്രിയാർക്കി എന്നിവയാണ്. ഈ ഷോർട്ട് ഫിലിമിൽ മെയിനായിട്ട് 2 ക്യാരക്ടേഴ്സാണുള്ളത്, പ്രീതയും ശകുന്തള മിശ്രയും. ഈ ഷോർട്ട് സ്റ്റോറി നടക്കുന്നത് വാരണാസി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, അതായത് കാശിയിൽ. പ്രീതയ്ക്കും ശകുന്തള മിശ്രയ്ക്കും 2 സോഷ്യൽ സ്റ്റാറ്റസ് ആണുള്ളത്. പക്ഷേ ഇവർ തമ്മിൽ ഒരു സാമ്യമുണ്ട്. 2 പേർക്കും അവരുടെ ആൺമക്കൾ നഷ്ടപ്പെട്ടു, അതായത് ആൺമക്കൾ മരണപ്പെട്ടു. മക്കളുടെ മരണത്തിൽ ഇരുവരും സങ്കടത്തിലാണ്. പ്രീത മകന്റെ ഡെഡ് ബോഡിക്ക് വിലപേശാൻ വന്നിരിക്കുകയാണ്. എന്തിനാണ് ആ അമ്മ ഡെഡ് ബോഡിക്ക് വിലപേശാൻ വന്നതെന്നൊന്നും ഫിലിമിൽ പറയുന്നില്ല. പ്രീത താമസിക്കുന്നത് കാശിയിലാണ്. പാവപ്പെട്ട കുടുംബമാണ് പ്രീതയുടേത്. കൂടാതെ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഇവര്. ശകുന്തള മിശ്രയാണെങ്കിൽ നല്ല വെൽത്തി ഫാമിലിയിലാണ്. പ്രീതയും ശകുന്തളയും വാരണാസിയിൽ വച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. പ്രീതയുടെ മകന്റെ പേര് ചന്ദ് എന്നാണ്. അവർ തമ്മിൽ ചന്ദിന്റെ ഡെഡ് ബോഡിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ശകുന്തളയ്ക്ക് പ്രീതയുടെ മകന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പ്രീത സമ്മതിക്കുന്നില്ല. എന്തിനാണ് ശകുന്തള ചന്ദിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതെന്നോ ഒന്നും ഇവിടെ പറയുന്നില്ല. ശേഷം 2 പേരും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. 2 പേരും 2 സ്റ്റാറ്റസിൽപ്പെട്ട സ്ത്രീകളാണെങ്കിലും സ്ത്രീ എന്ന നിലയിൽ അനുഭവിച്ച കഷ്ടതകൾ ഏറെക്കുറെ ഒരുപോലെയാണ്. ലവർ ആയിരുന്ന സമയത്തും വൈഫ് ആയിരുന്ന സമയത്തും അവർ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം പങ്കുവെക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച അവർ സ്വയം അവർക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്ത വിഷമവുമുണ്ട്. പ്രീത ഇവിടെ പറയുന്നത് സ്വന്തം മകന്റെ ഡെഡ് ബോഡി പണക്കാരായ ആളുകളിൽ നിന്നും രക്ഷിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അവളുടെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയാണ്. എന്നാൽ ശകുന്തള പറയുന്നത് അവരുടെ യങ്ങർ ആയിട്ടുള്ള സമയത്തെ കാര്യമാണ്. അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളായിരുന്നു ശകുന്തള. കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാജ്യത്തിന് വേണ്ടി ഹോക്കി കളിക്കുന്ന ആളാവണമെന്നാണ് ശകുന്തള ആഗ്രഹിച്ചത്. പക്ഷേ ശകുന്തള യങ്ങർ ഏജിൽ തന്നെ മാരേജ് ചെയ്തതുകൊണ്ട് അവൾക്ക് അവളുടെ ഹോക്കി പ്ലെയർ ആവണമെന്ന ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു. പ്രീതയ്ക്ക് ചെറുപ്പത്തിൽ അവളുടെ വില്ലേജിലുള്ള ഒരു അലക്കുകാരനുമായി ലവ് അഫെയർ ഉണ്ടായിരുന്നു. അയാളൊരു കവി കൂടിയായിരുന്നു. പ്രീതയും അയാളും കൂടി ആ വില്ലേജ് വിട്ട് ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഇവർ 2 പേരും 2 കാസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ആൾക്കാർ വന്ന് പ്രീതയുടെ വീട്ടുകാരെ തീ കത്തിച്ച് കൊല്ലുകയാണ്. കൂടാതെ വില്ലേജും കത്തിച്ചു കളഞ്ഞു. പക്ഷേ പ്രീതയും അവളുടെ കാമുകനും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വാരണാസിയിൽ വന്ന് വിവാഹം കഴിച്ച് താമസമാക്കി. പ്രീതയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരിക്കാനുണ്ടായ കാരണമായിട്ട് പ്രീത പറഞ്ഞത് അദ്ദേഹം ഒരു കവിത എഴുതിയെന്നാണ്. ഇവിടെ മരിച്ചവരുടെ ഡെഡ് ബോഡിയിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നത് പ്രീതിയുടെ ഹസ്ബൻഡ് കണ്ടു. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കവിത എഴുതി. അത് ഇഷ്ടപ്പെടാതെ വെൽത്തി ആയിട്ടുള്ള ആളുകൾ, അതായത് വെൽത്തി ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ അയാളുടെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. ശകുന്തള പറയുകയാണ് അവളുടെ സ്റ്റാറ്റസിൽപ്പെട്ടവരുടെ വിചാരം എല്ലാം പണം കൊടുത്ത് നേടാൻ കഴിയുമെന്നാണ്. അതായത് ഹൈ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരുടെ വിചാരം സ്നേഹമായാലും എന്തായാലും പണം കൊടുത്ത് കൈക്കലാക്കാം എന്നാണ്. പ്രീതയും ശകുന്തളയും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ അവർക്ക് തമ്മിൽ പണ്ട് ഏതോ ഒരു മുൻജന്മ ബന്ധമുണ്ടെന്ന് പരസ്പരം തോന്നി. പക്ഷെ ശകുന്തളയ്ക്ക് പ്രീതിയുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ പ്രീതിയുടെ മകന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ തോന്നിയില്ല. അങ്ങനെ ശകുന്തള ഡെഡ് ബോഡി കൊണ്ടുപോയില്ല. അതുകൊണ്ട് തന്നെ പ്രീതയ്ക്ക് തൻ്റെ മകന്റെ ആത്മാവിന് വേണ്ടി ചടങ്ങുകൾ നടത്താൻ സാധിച്ചു.